ചെറിയ കേസൊന്നുമല്ല, വലിയൊരു കേസാ. കമ്മീഷണറുടെ ലെറ്റർ ഹെഡ്, സീല്, ഒപ്പ് ഇതെല്ലാം വ്യാജമായിട്ട് ഞാൻ ചെയ്തു എന്നാണ്. ഫോറൻസിക് ഇതില് ഒറിജിനൽ സീലാണത്. സെയിം അതേപോലത്തെ ഒരു ഒപ്പാണ്, അവിടുത്തെ അതേ ലെറ്റർ ഹെഡാണ്. എന്നിട്ട് കോടതിയിൽ കേസ് തള്ളി പോകാൻ വേണ്ടി പോലീസ് ചെയ്തതെന്ന് വെച്ചാല് ഈ സീല് ഹാജരാക്കാൻ പറഞ്ഞപ്പോ ഏതോ ജമ്പുമാരുടെ കാലത്ത് ഇത്ര പകർ സീലിന് പറയും, ചെറിയൊരു സീൽ പറയത് ഹാജരാക്കി. ഈ ലീഗലായിട്ട് ചെയ്യുന്നത് 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ബ്ലഡ് റിലേറ്റീവിനെ ഉണ്ടാക്കാണ് ഈ പേപ്പർ വർക്ക് വഴി. അത് കുറെ നടക്കണൊക്കെ ഉണ്ട്. കാരണം അതല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് മൃതസഞ്ജീവനിയിൽ റിപ്പോർട്ട് ചെയ്യാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് ഏജന്റ് ആയിട്ട്? അല്ലല്ല, അത് ഓരോ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് എന്നെ വിളിച്ചിട്ട് ഞാൻ ഇത് കൊടുത്തുള്ള പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ വേറെ ആവശ്യമുള്ളവരെ കാണുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് ഇന്ന ആളാണ് ചെയ്തു തന്നത്, നിങ്ങൾ ബന്ധപ്പെടുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ. അപ്പൊ അത് ഏത് ഹോസ്പിറ്റലായാലും ഏകദേശം എത്ര, ഒരു 10, 200, 300 വരെ ചെയ്തിട്ടുണ്ടാവും സാർ. 300. ഞാനൊരു പറഞ്ഞില്ലേ 10-20 വർഷം, 10-22 വർഷമായി ഏജന്റ് വർക്ക് ചെയ്തു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പലപ്പോഴും അവയവ കച്ചവടത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ഒരു സുപ്രഭാതത്തിൽ വരികയും എന്നാൽ സായന്തനത്തിന് മുമ്പായിട്ട് ആ വാർത്തകളൊക്കെ അസ്തമിച്ചു പോകുന്ന കാഴ്ചയും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ അടുത്തും നമ്മൾ കണ്ടു ഒരുപാട് വലിയ ആശുപത്രികളിലൊക്കെ EDയുടെ റെയ്ഡ് നടക്കുന്നത്. ഈ അവയവ കച്ചവടം എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടോ എന്ന് ഇപ്പോൾ പലരും സംശയം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയവ കച്ചവടം എന്നൊരു യാഥാർത്ഥ്യം കേരളത്തിൽ ഉണ്ട് എന്ന് ഇനിയെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അവയവ കച്ചവട മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു വീഡിയോ കാണേണ്ടതുണ്ട്. അത് മറ്റാരുമല്ല, സമാനമായ അവയവ കച്ചവട കേസിൽ നിരവധി തവണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഈ വ്യക്തി അറിയുന്നില്ല ഈ വ്യക്തിയുടെ വീഡിയോ നമ്മൾ പകർത്തുന്നുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ വളരെയധികം നല്ല സാമൂഹ്യ ബോധമുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ ബ്രോക്കറെ നമ്മൾ കണ്ടെത്തിയതും അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മൾ പകർത്തിയിട്ടുള്ളതും. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഒരുപാട് ഹോസ്പിറ്റലുകളെ കുറിച്ച് ഇയാൾ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതോടൊപ്പം തന്നെ EDയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ ആ ഹോസ്പിറ്റലുടെ പേര് നമ്മൾ വെളിപ്പെടുത്തിയാൽ അതൊരു പക്ഷെ തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുഖവും മറയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റലുകളുടെ പേരുകളും നമ്മൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ ഒന്ന് കാണുക. സിനിമ ഡയറക്ടർ അല്ല, രാത്രി ഒരു സ്റ്റേ ചെയ്യും, നാളെ രാവിലെ ഫാസ്റ്റിംഗ് ടെസ്റ്റുകൾ നടക്കണമെങ്കിൽ രാവിലെ എത്തില്ല. അപ്പൊ അവിടെ അവരോട് പറയും, അവർ വന്ന ആ റൂമിൽ തങ്ങും, രാവിലെ വരും, ടെസ്റ്റ് നടക്കും, പോവും. തൊട്ട് തന്നെ ഒരു ലോഡ്ജ് ആ ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ചേർന്ന ബിൽഡിംഗ് തന്നെ. ഇപ്പോഴും എന്റെ ഒരു കേസ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടതിയിൽ തള്ളിപ്പോയ കേസ്, പോലീസുമായിട്ടുള്ള കേസ്. അതായത് ഇവിടുത്തെ പോലീസ് എതിർകക്ഷിയുണ്ട്, എന്റെ പേരിൽ വന്നൊരു കേസാണ്. ആ കേസ് സത്യത്തിൽ ഞാൻ അറിയാത്ത കേസാണ്. പോലീസിന്റെ തലേന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നെ ഒരു കക്ഷിയെ കിട്ടി ഏജന്റിനെ പിടിച്ച് കേസാക്കിയിട്ട് ആ കേസിന്റെ യഥാർത്ഥം ജഡ്ജിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയപ്പോ ആ കേസ് തള്ളിപ്പോയി. ആ കേസ് ഇപ്പൊ വീണ്ടും എന്റെ പേരിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട്. എന്റെ പേരിൽ മാത്രമല്ല, ഒരു ഡോണറും ഉണ്ടായില്ല. ചെറിയ കേസൊന്നുമല്ല, വലിയൊരു കേസാ. കമ്മീഷണറുടെ ലെറ്റർ ഹെഡ്, സീല്, ഒപ്പ് ഇതെല്ലാം വ്യാജമായിട്ട് ഞാൻ ചെയ്തു എന്നാണ്. ഫോറൻസിക് ഇതില് ഒറിജിനൽ സീലാണത്. സെയിം അതേപോലത്തെ ഒരു ഒപ്പാണ്, അവിടുത്തെ അതേ ലെറ്റർ ഹെഡാണ്. എന്നിട്ട് കോടതിയിൽ കേസ് തള്ളി പോകാൻ വേണ്ടി പോലീസ് ചെയ്തതെന്ന് വെച്ചാല് ഈ സീല് ഹാജരാക്കാൻ പറഞ്ഞപ്പോ ഏതോ ജമ്പുമാരുടെ കാലത്ത് ഇത്ര പകർ സീലിന് പറയും, ചെറിയൊരു സീൽ പറയത് ഹാജരാക്കി. ഇല്ലെങ്കിൽ അന്ന് ആ സമയത്ത് അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാരുടെ മൊഴികളോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റോ അതൊന്നുമില്ല. ഇനി അതിന്റെ സത്യം അപ്പൊ ഈ പേപ്പർ വർക്കിന്റെ പ്രശ്നങ്ങൾ നീണ്ടുപോയപ്പോ പോലീസിന്റെ ഞാൻ ചെയ്യാതോളാം, എനിക്കറിയുന്നവരുണ്ടെന്നും പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലെറ്റർ കൊണ്ട് പുള്ളിയാണ് പോയത്. അവിടുന്ന് ലെറ്റർ മേടിച്ച് ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്തതും പുള്ളിയാ. അപ്പൊ ഈ കമ്മിറ്റിയിൽ ചെന്നപ്പോ ഇവർക്ക് എന്തോ ഒരു പന്തികേട് മെഡിക്കൽ ഇതിന്റെ ഒരു സംശയം തോന്നിയിട്ട് അവർ വെരിഫിക്കേഷൻ വിട്ടപ്പോ ഇവരുടെ എൻട്രിയിൽ അങ്ങനെ സാധനം പോയിട്ടില്ല. ഈ സാധനം പരിചയത്തിലോ മറ്റും ആരോ അത് ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനം എൻട്രി ചെയ്യാണ്ട് സാധനം പെട്ടെന്ന് കൊടുത്തിട്ടുണ്ടായത്.
അല്ല വെളുത്തിട്ട് മുൻപ് ഷർട്ടാണ് ഇപ്പൊ എപ്പോഴും വെള്ളയും വെള്ള പുള്ളി നടക്കത്തുള്ളൂ. അതെ. നമ്മുടെ ആ ഒരു പുള്ളിയുടെ വീട്ടിൽ സ്ഥിരം വന്നാണ്. 100 പേരുണ്ടാകുന്നുണ്ട്. ഈ ലീഗലായിട്ട് ചെയ്യുന്നത് 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബ്ലഡ് റിലേറ്റീവിനെ ഉണ്ടാക്കാണ് ഈ പേപ്പർ വർക്ക് വഴി. അത് കുറെ നടക്കണൊക്കെ ഉണ്ട്. കാരണം അതല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് മൃതസഞ്ജീവനിയിൽ റിപ്പോർട്ട് ചെയ്യാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സാധാരണ മൃതസഞ്ജീവനി വഴി മാത്രമേ പാടുള്ളൂ സർക്കാരിന്റെ ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ അത് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ പ്രയോറിറ്റി വരുന്ന ആള് തീരും. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് ഏജന്റ് ആയിട്ട് അല്ലല്ല, അത് ഓരോ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇത് കൊടുത്തുള്ള പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ വേറെ ആവശ്യമുള്ളവരെ കാണുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് ഇന്ന ആളാണ് ചെയ്തു തന്നത്, നിങ്ങൾ ബന്ധപ്പെടുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ അപ്പൊ അത് ഏത് ഹോസ്പിറ്റലായാലും ചെയ്യുന്ന ഏകദേശം എത്ര ഒരു 10, 200, 300 വരെ ചെയ്തിട്ടുണ്ടാവും സാർ. 300 ഞാനൊരു പറഞ്ഞില്ലേ 10-20 വർഷം 10-22 വർഷമായി ഏജന്റ് ആയിട്ട് ഏജന്റ് വർക്ക് ചെയ്തു. പിന്നെ ഈ നമ്മുടെ ഇത് അവിടെ ഏകദേശം എത്ര സർജറി എടുത്തിട്ടുണ്ട്? അവിടെ ഞാനിപ്പോ ഒരു 10-50ഓളം സർജറികൾ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴല്ല, കുറെ മുന്നേ. അന്ന് മാത്രമേ ഇത് ചെയ്തിരുന്നുള്ളൂ, വേറെ എവിടെ ഇല്ല. ഇവിടെ തൃശ്ശൂർ ജില്ലയില്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മാത്രം ആണ് ഇത് തൃശ്ശൂർ ഇത് ചെയ്യുന്നത്. പിന്നെ കോഴിക്കോട് 2002 പ്രശ്നത്തിൽ അവിടെ പ്രശ്നമായിട്ട് അതൊക്കെ നിന്നുപോയി. പിന്നെ അതിനുശേഷം എറണാകുളം ഇത് തുടങ്ങിയത്. പിന്നെ മറ്റു ഹോസ്പിറ്റലുകളിലൊക്കെ റിലേറ്റഡ് മാത്രം ബ്ലഡ് റിലേഷൻ മാത്രമേ ചെയ്യുള്ളൂ. ഇതില്ല, ലിവറിൽ പുറമെയുള്ളവരെ ചെയ്യും, കിഡ്നി ചെയ്യില്ല. കിഡ്നി ബന്ധുക്കളുടേത് മാത്രം ചെയ്യുന്നുള്ളൂ. ഇപ്പൊ 2 ഹോസ്പിറ്റലാണ് എറണാകുളത്ത് മെയിൻ ആയിട്ട് കിഡ്നിയുടെ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന എല്ലാം ഇല്ലീഗലാണ്, ജെനുവിൻ ആയിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാളവിടെ റെക്കോർഡ് സൂക്ഷിക്കില്ല. ഹോസ്പിറ്റലുണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. ഗവൺമെന്റിന് അപ്രൂവൽ വാങ്ങിയിട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഗവൺമെന്റിന്റെ അപ്രൂവൽ അതൊരു അന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയാണ് സാധനം തന്നെയാണെന്ന് നിങ്ങൾക്കും അറിയാം, അത് എനിക്കും അറിയാം. ഫേക്ക് അല്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഫേക്ക് അല്ല, ഒറിജിനൽ. അവർ തന്നെ ഓരോ സ്ഥാപനങ്ങളിലും പോയി നേരിട്ട് ഹാജരായിട്ട് അവിടെ ഒരു ഫേക്ക് നടക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഈ പറയുന്ന ഒരു സ്നേഹബന്ധം, അതിൽ മാത്രമേ ഒരു കള്ളത്തരമുള്ളൂ. അല്ല, ഒന്ന് നിങ്ങൾ അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. സർക്കാർ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞൊരു സാമാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കി വെച്ചേക്കണത് നിങ്ങൾക്ക് ഇതിൽ തോന്നിയവർ കൊടുക്കാനോ കച്ചവടം നടത്താനോ അല്ല. അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് ആ പ്രയോറിറ്റി അനുസരിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലീഗൽ അല്ലെന്ന് നിങ്ങൾ പറയും. ഇതിന് മുമ്പ് പിടിച്ച കേസുകളിലൊക്കെ ഈ റിലേഷൻ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്ന പേപ്പറുകളെല്ലാം ഫേക്കാണ്. ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കിഡ്നി ഒരു രോഗിക്ക് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളൊരു കിഡ്നിക്ക് കൊടുക്കാം. വ്യക്തമായ ഒരു സംഖ്യ ഇതിന് കൊടുത്തുകൊണ്ട് ഇത് ചെയ്യാന്നുള്ള ഒരു നിയമം വരികയാണെങ്കിൽ ഒരു ഇല്ലീഗൽ നടക്കുക എവിടെ ഉണ്ടാവില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ നാട്ടിൽ അവയവ കച്ചവടം നടക്കുന്നില്ല എന്ന് ഇനി ആരും പറയരുത്. ഇത് നമ്മുടെ കണ്ണിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബ്രെയിൻ ഡെത്ത് ഉൾപ്പെടെ നമ്മുടെ റോഡുകളിൽ നടക്കുന്ന അപകടങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേരളം അറിയേണ്ടതുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് ഇനിയും തുടർച്ചകൾ ഉണ്ടാവും. അന്വേഷണം പുരോഗമിക്കുന്നതിന് അനുസരിച്ച് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത കൂടുതൽ ഗൗരവപൂർവ്വം ഞങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനെയൊക്കെ നേരിടാൻ സജ്ജമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് പല ഭീഷണികൾക്കും വഴങ്ങാതെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഔട്ട് ചെയ്യുന്നത്.